ഒരു മൺചട്ടിയിലേക്ക് 2 കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഒരു 4 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. പൈനാപ്പിൾ ഇതുപോലെയാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. ഉടഞ്ഞു പോവരുത്. നമുക്കതിനെ കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിനാട്ടോ വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ശർക്കര ഉരുക്കിയതും 1 ടീസ്പൂണ് പച്ചക്കടുക് ചതച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് കട്ടത്തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ മധുരപ്പച്ചടിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.